ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ്. ലിറ്റിൽ ഹേർട്സ് എന്ന മലയാള സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ പോടാന്നിരിക്കുന്നത്. സാന്ദ്ര തോമസിൻ്റെ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഷെയ്ൻ നിഗം, അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ, ബാബുരാജ്, ഷൈൻ ടോൺ ചാക്കോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ലിറ്റിൽ ഹേർട്സ് എന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. പവർഫുൾ ആണോ എന്ന് ചോദിച്ചാൽ പവർഫുൾ ആണോ എന്നുള്ളത് കണ്ടു അറിയണം. അപ്പോൾ GCC കൺട്രീസിലൊക്കെ ഈ സിനിമ ബാൻ ചെയ്തിരുന്നു. അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഇന്നലെ ഈ ഒരു ന്യൂസ് കേട്ട സമയത്ത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. അന്ന് നമുക്ക് കുറേ ഊഹാപോഹങ്ങൾ വന്നിരുന്നു. സംഭവം എന്തെങ്കിലും ഒരു സംഭവം അല്ലാതെ GCC കൺട്രീസിലൊന്നും ബാൻ ചെയ്യില്ല. അപ്പോൾ എന്താണെന്നുള്ളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ സിമ്പിൾ സിബി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഷെയ്ൻ നിഗം അവതരിപ്പിക്കുന്നത്. ആ ഒരു കട്ടപ്പന ആ ഒരു ഗ്രാമത്തിലുണ്ടാകുന്ന കുറച്ച് മൂന്ന് പേരുടെ റൊമാൻസാണ്, പ്രണയകഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അതിലൊരു പ്രണയം കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2 മണിക്കൂറും 15 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ബോറടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ഏവറേജ് ഫീലാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. ഇൻ്റർ ബ്ലോക്കൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ഇൻ്റർ ബ്ലോക്കൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കാവുന്ന ഒരു സംഭവമാണ്. കൂടാതെ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കോമഡികളൊക്കെ വർക്കായി, ചില കോമഡികൾക്കൊന്നും വർക്കായില്ല എന്നുള്ളതാണ്. പിന്നെ ബാബുരാജ് സൂപ്പറാക്കിയിട്ടുണ്ട്. ബാബുരാജിൻ്റെ ആ കഥാപാത്രം സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. ബാബുരാജിൻ്റെ ഒരു പെയറായിട്ട് വരുന്നൊരു കഥാപാത്രമുണ്ട്. അവരൊക്കെ വന്ന റോളുകളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ജാഫ്രിഡിക്കിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. നമ്മൾ വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഒരു കഥാപാത്രം വളരെ ഡീസൻ്റായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാലും പടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് ഫീലാണ് എനിക്ക് സമ്മാനിച്ചത്. പിന്നെ കോമഡി റൊമാൻറ്റിക് ഫീൽ ഗുഡ് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണെങ്കിലും ഈ കോമഡി എന്ന് പറയുന്ന സംഭവം വർക്കൗട്ടായില്ലെങ്കിൽ കുറേ സ്ഥലത്ത് വർക്കൗട്ട് ആയിപ്പോയിട്ടുണ്ട് കോമഡി സംഭവം. പക്ഷേ ഷെയ്ൻ നിഗം അതുപോലെ തന്നെ ബാബുരാജ് ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു പെയർ മഹിമ നമ്പ്യാരും ഷെയ്ൻ നിഗം തമ്മിലുള്ള ആ ഒരു പെയർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി കുറച്ചുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആക്കി ചെയ്തിരുന്നെങ്കിൽ, ഒന്നുകൂടി ഒന്ന് ക്രിസ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു തോന്നുന്നു. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ലേഖ അനുഭവപ്പെടുന്നുണ്ട്. ആ എടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ് GCC കൺട്രീസിലൊക്കെ ബാൻ ചെയ്യാൻ കാരണം തന്നെ. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ പാട്ടുകളും നല്ല രസമുണ്ടായിരുന്നു. ഒരു പാട്ട് ഇതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്തിരുന്നല്ലോ, പിന്നെ ഇവർ തമ്മിലുള്ള ഈ ഷെയ്ൻ നിഗം അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ പാട്ട് ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അത് നല്ല ഹിറ്റായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതുകൂടാതെ ബാബുരാജിനും പേർ തമ്മിലുള്ളൊരു സോങ് ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പാട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അടിപൊളി ഫ്രെയിംസ് ആയിരുന്നു. കിട്ടിലും ക്യാമറ വർക്ക് ആയിരുന്നു. അടിപൊളി ഫ്രെയിംസ് ആയിരുന്നു. അതിന് ഭയങ്കര കളർഫുൾ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ പ്രകൃതിയൊക്കെ കട്ടപ്പനയിലെ ആ പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ക്യാമറാമാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഒരു രക്ഷയില്ല. എല്ലാവരും നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ലാഗ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വന്നുള്ളതാണ്. കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇമോഷണൽ രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം വന്ന സമയത്ത് ഈ റൊമാൻറ്റിക് ആ ഒരു സംഭവത്തിലെ ഇമോഷൻസും പിന്നെ മാതാപിതാക്കളെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിഷയം എന്താണെന്നുള്ളോ ആ ഒരു വിഷയം വളരെ വൃത്തി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമ വർക്കായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ഏവറേജ് അനുഭവമായിരുന്നു. അടുത്തത് പിന്നെ പെർഫോമൻസുകളാണ്. എല്ലാവരും കൃത്യമായിട്ട് നല്ല പെർഫോമൻസുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു കുറ്റം പറയാനല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മകളായിട്ട് വന്ന സിസിലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ മകളായിട്ട് വന്നൊരു കഥാപാത്രമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിയിൽ. പിന്നെ ലാസ്റ്റ് ഷമ്മി തിലകൻ വരുന്നുണ്ട്. ഷമ്മി തിലകൻ്റെ ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. അത് നിങ്ങൾ സിനിമ കാണണം. സിനിമ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. ആ എടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ് GCC കൺട്രീസിലൊക്കെ ബാൻ ചെയ്യാൻ കാരണം തന്നെ. എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഏവറേജ് അനുഭവമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരു ഏവറേജ് അനുഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും